ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അഹമ്മദാബാദിലും ഒരു ജഗന്നാഥ് ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ സ്റ്റോറിയാണ് ഇന്നലെ ഇട്ടതിൻ്റെ രണ്ടാം ഭാഗമാണിത്. പുരിയിലെ അമ്പലവും അതുപോലെ പുരിയിലെ രഥയാത്രയും കഴിഞ്ഞാൽ ഇതിനാണ് പ്രാധാന്യമുള്ളത്. ഇവിടുത്തെ രഥയാത്രയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിലും മുമ്പ് ഇവിടുത്തെ ഈ ആനേനെ കണ്ട നമ്മുടെ നാട്ടിലെ പിടിയാനിയാണ് ഇതിട്ട. നമ്മുടെ നാട്ടിൽ നെറ്റിപ്പൊട്ടൊക്കെ വെച്ച് കെട്ടിയിട്ടല്ല ആനേനെ ഡെക്കറേഷൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ കഥയിലേക്ക് വരാം. 450 കൊല്ലം പഴക്കണ്ട് ഈ അമ്പലത്തിന്. ഈ ആല് അന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും അവർ അതിനെ സൂക്ഷിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ ഈ അമ്പലത്തിൽ, പുരിയിലെ അമ്പലത്തിൽ 2 നേരം അന്നദാനമുണ്ട്. അതുപോലെ ഈ അമ്പലത്തിലുണ്ട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഭക്ഷണം. അതുപോലെ പാവങ്ങളെന്നോ പണക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ല. പൂരി, കറി, പപ്പടം, ബജിയ, ചോറ്, ഇത് ഇവിടുത്തെ ദാള്, ഇത് മിക്സ് സബ്ജി, ഇത് ചണ ദാള്, ഇത് മോര്. ഇത്രയ്ക്കൊക്കെ ഭക്ഷണം 2 നേരം കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയ എത്ര ഭക്തർ വന്നാലും അവർക്കൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ 450 കൊല്ലം പഴക്കമുള്ളതാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൽ ഹനുമാൻ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വാമി വന്ന് ആദ്യം സ്ഥാപിച്ചത് ഹനുമാൻജീനെയാണ്. ഹനുമാൻജിയുടെ ഭക്തനായിരുന്നു ഈ ഹനുമാൻ ദാസ്. അദ്ദേഹം സബർമതി ആശ്രമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സബർമതിയുടെ തീരത്ത് വന്നപ്പോൾ തീരം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഹനുമാൻ്റെ അമ്പലം പണിതത്. അപ്പോൾ അദ്ദേഹം ഹനുമാൻ്റെ ഭക്തനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജഗന്നാഥ്ജിയും ഭയങ്കര ഭക്തനായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഈ ആശ്രമത്തിൽ നിന്ന് പുരിയിൽ ഭഗവാനെ കാണാൻ പോയി. അവിടെ പോയി ഇത് പറയട്ടെ അതിൻ്റെ ഇടയിൽ. ഈ കാണുന്നത് ഞങ്ങൾ രഥയാത്രയ്ക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണിത് കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. ഇവിടത്തെ ആയാലും പുരിയിലെ ആയാലും അമ്പലത്തിലെ വിശ്വാസപ്രകാരം രഥയാത്രയുടെ ഒരു 15 ദിവസം മുമ്പ് ഭഗവാൻ അസുഖം വന്ന് ഭഗവാൻ ചികിത്സയിലായിരിക്കുന്ന പറയുന്നത്. അപ്പോൾ ഭഗവാന് വെച്ച് കൊടുക്കാനുള്ള ഭക്ഷണങ്ങൾ ഭക്തർ പ്രസാദമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് നമുക്കും പ്രസാദമായിട്ട് കിട്ടുണ്ട. അങ്ങനെ ഞാൻ ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് വരാം. ഈ ഇരിക്കുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ സ്വാമിയാണ് കേട്ടോ. അദ്ദേഹത്തിനാണ് നമ്മൾ ചെന്ന് പ്രസാദത്തിനുള്ള സാധനങ്ങൾ കൊടുക്കലും അദ്ദേഹം നമുക്ക് പ്രസാദം തരലൊക്കെ ചെയ്യുക. പ്രസാദം തരാൻ മീൻസ് ഇവിടുത്തെ അന്നദാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പൂരിയും കുറച്ച് സേവായിട്ട് നമുക്ക് തരും. അങ്ങനെ ഞാൻ കഥയിലേക്ക് വരാം. അപ്പോൾ ഹനുമാൻ ദാസ് ജി ഹനുമാൻ്റെ ഭക്തനായിരുന്നു. അതുപോലെ തന്നെ ജഗന്നാഥ്ജിയും ഭക്തനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ജഗന്നാഥ്ജീനെ ദർശനത്തിന് വേണ്ടി പുരിയിൽ പോയി. അവിടെ അദ്ദേഹം സത്രത്തിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഭഗവാൻ ഹനുമാൻ ദാസ്, നിൻ്റെ ആശ്രമം എവിടെയാണോ അവിടെ എനിക്കും ഒരു അമ്പലം ഉണ്ടാക്കണം. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നൊരു അമ്പലം ഉണ്ടാക്കി. പുരിയിൽ മരം കൊണ്ടുള്ള മൂർത്തിയാണ്, അതുപോലെയും ഇവിടത്തെയും മരം കൊണ്ടുള്ള മൂർത്തിയാണ്. ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇവിടുത്തെ രഥയാത്രയുടെ വീഡിയോസ് ആഡ് ചെയ്യാം. അത് മ്യൂട്ട് ചെയ്യാണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഭക്തരുടെ സൗണ്ടും തിരക്കും ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ആന, കുതിരവണ്ടിയിൽ 5 കുതിരേരെ ഇതുള്ളതായിരിക്കും ഉണ്ടാകുക. ഇതൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ എന്താ പറയുക കലാരൂപങ്ങളും എല്ലാതും ഉണ്ടായിരിക്കും. ഓരോ അമ്പലത്തിൻ്റെ പ്രതിനിധികളും പ്രതീകങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നായിരിക്കുന്നു.
છોકરાનું ધ્યાન રાખજો. ભાઈ ભેટ સ્વીકારવામાં આવે છે જેને જેવી ઈચ્છા આપો. ભાઈ ભાવનગરી ચાલુ છે. બોલો ભદ્રેશભાઈ, આરામ છે હવે. ગરમ શીરો દરેક કાર્યકર્તાના મધ્ય પૂરના દરેક જણને દરેક રહેવાસીને પ્રખ્યાત દર્શન બધાને થઈ જાય એવી રીતે ધીમે ધીમે જવા લેજો. ગરમા ગરમ શીરો આપો. ഇതാണ് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. മരത്തടിയിലുള്ളതാണ് കേട്ടോ. ഇത് സുഭദ്രാജി, അതും മരത്തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ബലരാമൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.